നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ആതിര എന്ത് പറയുന്നച്ചാ? കുഴപ്പമൊന്നുമില്ല. നീ എന്താ അവളെ ചെന്നൊന്ന് കാണാത്തത്? അത് ഞാൻ മനഃപൂർവ്വമായിട്ട് പോവാത്തതാച്ചാ. എനിക്ക് അബോഷനായ ശേഷം ഇങ്ങനെയുള്ള കാഴ്ചകള് ഞാൻ മാക്സിമം ഒഴിവാക്കും. എന്തിനാ വെറുതെ മനസ്സ് വിഷമിപ്പിക്കുന്നത്? നാളെ അല്ലെങ്കിൽ മറ്റന്നാളാ ഡോക്ടർ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. നാളെ അങ്ങോട്ട് പോണം. അല്ല, നാളെയാണ് അച്ഛൻ്റെ അടുത്ത ചെക്കപ്പിനുള്ള ഡേറ്റ്. ആതിര ഇങ്ങനെ ആയതുകൊണ്ട് അർച്ചനയ്ക്ക് എന്തായാലും കൂടെ വരാൻ പറ്റില്ലല്ലോ. പകരം ഞാനാ വരുന്നത്. അത് പറയാനാ അച്ഛനെ ഞാൻ കാത്തുനിന്നേ. എങ്കിൽ ചെക്കപ്പിന് പോയിട്ട് നമുക്ക് ഒരുമിച്ച് ആതിരയുടെ അടുത്തേക്ക് പോവാം. നിനക്ക് അവിടേക്ക് വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എന്നെ അവിടെ ഡ്രോപ്പ് ചെയ്താൽ മതി. ശരി അച്ഛാ. അല്ല, അവിടെ പോയി മെനക്കെട്ട് കൂട്ടിരിക്കാൻ ഇങ്ങനാണോ നിന്റെ അനിയത്തിയുടെ പേരെടുക്കുന്നത്? ഇവിടെ എല്ലാരും വലിയ സന്തോഷത്തില. 1-2 ദിവസത്തിനകം നെല്ലിശ്ശേരിയുടെ അവകാശിയെ നിന്റെ അനിയത്തി പ്രസവിക്കുന്നോർത്ത്. എന്നാ എന്റെ സന്തോഷം 1-2 ദിവസം കഴിഞ്ഞിട്ടാ. നിന്റെ അനിയത്തി പ്രസവിച്ചത് ജീവനില്ലാത്തൊരു കുഞ്ഞാണെന്നറിയുമ്പോ മുമ്പ് ഞാൻ പറഞ്ഞിരുന്നത് നിന്റെ അനിയത്തി പ്രസവിക്കില്ല എന്നാ. വിവാഹത്തിന്റെ തിരക്കുകൾ കാരണം എന്റെ ശ്രദ്ധയൊന്ന് മാറിപ്പോയി. അതുകൊണ്ട് ആതിര പ്രസവിക്കില്ല എന്ന് പറഞ്ഞതിന് ചെറിയൊരു തിരുത്തുണ്ട്. അവള് പ്രസവിക്കും, ജീവനില്ലാത്തൊരു കുഞ്ഞിനെ. കഴിഞ്ഞ 8-9 മാസം താൻ ചുമന്ന് നടന്നിട്ട് അവസാനം പ്രസവിച്ചത് ഉയിരില്ലാത്തൊരു കുഞ്ഞിനെയാണെന്നറിഞ്ഞ് തകർന്നടിഞ്ഞു നിൽക്കുന്ന അവളുടെ അടുത്തേക്ക് ഞാൻ വരുന്നുണ്ട്. അറിയാവുന്ന ആശ്വാസവാക്കുകൾ പറഞ്ഞ് അവളെ കുത്തിനോവിക്കാൻ. അവൾ അനുഭവിക്കാൻ പോകുന്നതേ അവളുടെ ചേച്ചിയായ നീ എന്നോട് ചെയ്തതിനൊക്കെ വേണ്ടിയാ. നെല്ലിശ്ശേരി വീട്ടിലെ അവകാശിയെ പ്രസവിക്കേണ്ടതും പോറ്റി വളർത്തേണ്ടതും അവന്തികയാ. നെല്ലിശ്ശേരിയിലെ മൂത്ത മരുമകളായ ഈ അവന്തിക നിക്ക. നിങ്ങൾ ഇപ്പൊ പറഞ്ഞ പോലെ ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇനി അങ്ങനെയാണ് നടക്കുന്നതെങ്കിൽ അവന്തിക ഇനി ജീവിക്കുന്നത് ഈ 2 ദിവസം കൂടി മാത്രമായിരിക്കും. എന്റെ അനിയത്തിയുടെ കുഞ്ഞിന്റെ ആയുസേ അവന്തികയ്ക്കേ ഉള്ളൂ. നിങ്ങളിപ്പൊ പറഞ്ഞതിന്റെ 100 ഇരട്ടി ആത്മവിശ്വാസത്തിലാ ഞാൻ പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാ അവന്തികയെ അർച്ചന കൊല്ലും. ഇനി അതിനെനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ അർച്ചന സ്വയം മരിക്കും. ഈശ്വരനെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നതാ ഇത്. എന്നാ സ്വയം മരിക്കാൻ അർച്ചന തയ്യാറായിക്കോ. ഞാൻ പറഞ്ഞതേ നടക്കൂ. കാണാം നമുക്ക്. കാണാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.